വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, അത് ചൊല്ലിയിരിക്കണം. ഏതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലാതെ വീട്ടിൽ നിന്ന് മുത്ത് റസൂൽ പുറത്തിറങ്ങുമായിരുന്നില്ല. നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ ഒന്ന് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി, പള്ളിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങി, എങ്ങനെ ഇറങ്ങുകയാണെങ്കിലും ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അള്ളാന്റെ പ്രത്യേക കാവലുണ്ടാകും. അൻ അലി അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഖാല, അയാൾ ഇങ്ങനെ ചൊല്ലി, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ എന്താ അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹി, ഇലാഹായ റബ്ബിന്റെ നാമത്തിൽ ആ പേരുച്ചരിച്ചിതാ ഞാൻ ഇറങ്ങുന്നു. ഇലാഹായ റബ്ബിന്റെ പേരില്ല നാമമുച്ചരിച്ച് ഞാൻ ഇറങ്ങുകയാ. തവക്കൽതു അലല്ലാഹ്, എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു വലിയ ഇഷ്ടാണ്. നമ്മളെല്ലാ കാര്യത്തിലും എനിക്ക് അല്ലാഹ് മതി, ഞാനല്ല അള്ളാഹനെ ഏൽപ്പിച്ചു, എനിക്ക് അല്ലാഹ് മതി, ഞാനല്ല അള്ളാഹനെ ഏൽപ്പിച്ചു. ഇത് കേൾക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ് സഹോദര, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ സഹോദരി. എനിക്ക് അല്ലാഹു മതി എന്ന് പറയാം. ഏൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അവനാണെന്ന് പറയാ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു ഭയങ്കര ഇഷ്ടാണിത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹു മതി. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലയാൾ, ഏറ്റവും നല്ല വക്കീൽ അല്ലാഹുവാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി, അവനാണ് ഏറ്റവും വലിയ സഹായി, സംരക്ഷകൻ. അത് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്യേ, അല്ലാഹ്ക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സംഗതിയാണെങ്കിൽ റബ്ബിന്റെ ആ ഒരു ഇഷ്ടം നമുക്ക് കിട്ടട്ടെ. ആ നിയ്യത്തോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൈറാകുന്ന വിധം നമ്മുടെ റബ്ബ് ഏറ്റെടുക്കണമെന്ന നിയ്യത്തോടുകൂടെ 313 തവണ നാളത്തെ മജ്ലിസിലേക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ആ ദിക്ർ ചൊല്ലി വരി. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ വാക്കാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ സമയത്ത് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് ആ തീകുണ്ടാരത്തിലേക്ക് ഇത് വിടുമ്പോ, ആ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം നബി ചെന്ന് വീഴുമ്പോ ആ ചുണ്ടിൽ നിന്ന് നിർഗളിച്ച വചനമേതാണ് സഹോദരാ സഹോദരി? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു അത് ചൊല്ലി തീർക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിന് അള്ളാഹു നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് ചൊല്ലിയാൽ സമയത്തിൽ ബറക്കത്തുണ്ടാകും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരും.
കത്തിജ്വലിക്കുന്ന തീ കുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയെ സംരക്ഷിച്ച അള്ളാഹു ഈ ദിക്റിന്റെ ഫضل കൊണ്ട് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് സംരക്ഷണം തരും. മറക്കരുത് നിങ്ങൾ. അപ്പോൾ ഈ ദിക്റിന്റെ അർത്ഥം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇറങ്ങുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ഒരു ഖൈർ എന്നിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒരു ഷർറ് എന്നിൽ നിന്ന് തട്ടി നീക്കാനോ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല. ആമിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി തരീനുഹു മിനശ് ശൈത്വാൻ, ഓരോരുത്തരുടെയും കൂടെ ശൈത്വാനുണ്ട്. വഖരീനുഹു മിനൽ മലായിക, അതുപോലെ സന്തത സഹചാരിയായി അടുത്ത കൂട്ടുകാരനായി നന്മ ഹൃദയത്തിലേക്ക് തോന്നിപ്പിക്കാനും നന്മയോട് താല്പര്യമുണ്ടാക്കാനും ഒരു മലക്കുമുണ്ട്. അപ്പൊ മുത്തുനബി ഇത് പറഞ്ഞപ്പോ മലക്കും റസൂലുമായിട്ട് നല്ല ബന്ധാന്ന് സഹാബികൾക്കറിയാം. പക്ഷെ ഷെയ്ത്താൻ അങ്ങനെയല്ലല്ലോ. മുത്തുനബിയുമായി ഷെയ്ത്താൻ അങ്ങനെ എടുക്കാൻ കഴിയൂലല്ലോ. നബിയെ ഇയ്യാക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളുടെ കൂടെ പിശാചുണ്ടോ നബിയെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി വയ്യായ, അതെ എൻ്റെ കൂടെയും പിശാചുണ്ട്. പക്ഷെ വലാകിന്നി ആനനി അല്ലാഹു അലൈഹി വസ്ലമ വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. എൻ്റെ കൂടെ പിശാചുണ്ടെങ്കിലും അസ്ലമ, അവനെ അള്ളാഹു മുസ്ലിമാക്കിയിട്ടുണ്ട്. അല്ലെ മുസ്ലിമിനെ പോലെ കീഴൊതുങ്ങിയേ അവൻ ജീവിക്കൂ. വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്നോട് ഖൈറല്ലാതെ എൻ്റെ പിശാച് കൽപ്പിക്കില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശൈത്താനാവട്ടെ നമ്മളെ തിന്മയിലേക്കായിരിക്കും കൊണ്ടുപോവുക. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ ആ പിശാച് മാറി നിൽക്കും. എന്തേ മാറി നിൽക്കാൻ കാരണമെന്നറിയോ? ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഇലാഹായ റബ്ബ് രണ്ട് മാലാകമാരെ വിളിക്കുമത്രേ. എന്നിട്ട് പറയും മലായികതീ, എൻ്റെ മലക്കുകളെ, എൻ്റെ മലക്കുകളെ. അള്ളാന്റെ സൈന്യാണല്ലോ മലക്കുകൾ. നമ്മളുടെ കണ്ണിൻ്റെ കാര്യത്തിലും കാതിൻ്റെ കാര്യത്തിലും ഓരോ അവയവത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഹിഫ്ലിന് വേണ്ടി പ്രത്യേക മാലാഖമാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സൈന്യത്തിൻ്റെ എണ്ണം അള്ളാഹ്ക്കല്ലാതൊട്ട് അറിയൂല. ഇലാഹായ റബ്ബിൻ്റെ സൈന്യമാണ് മാലാഖമാർ. ആ സൈന്യത്തിൻ്റെ എണ്ണം അള്ളാഹ്ക്കല്ലാതെ അറിയൂല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, രണ്ട് മലക്കുകൾ അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയും, എൻ്റെ ഇന്നാലിന്ന അബദ്, ആണാവട്ടെ പെണ്ണാവട്ടെ, എൻ്റെ ഇന്നാലിന്ന അടിമ അവനവൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ ഓർത്ത് എൻ്റെ പേരിൽ എൻ്റെ മേൽ തവക്കുലാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിറങ്ങിയതാണ്. അതുകൊണ്ട് അവൻ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നത് വരെ മാലാഖമാരെ, അവൻ്റെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് സംരക്ഷണത്തിന് അള്ളാഹു മലക്കുകളെ നിയോഗിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളെന്ത് വേണമെന്നറിയോ? ഇത് കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെക്കാൾ വീട്ടിൽ നിന്ന് കൂടുതൽ ഇറങ്ങുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാരായിരിക്കും, നിങ്ങളുടെ മക്കളായിരിക്കും. ഇനി വല്ല അത്യാവശ്യത്തിനും നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും, ഇനി അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാരോ നിങ്ങളുടെ മക്കളോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അള്ളാൻ്റെ പേരുച്ചരിച്ച് അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് ഇറങ്ങണട്ടോ എന്ന് അവരോട് പറയണം. ഇതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എപ്പോഴും അങ്ങനെയാണ്. കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഈ ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വീട്ടിലുള്ള ഉമ്മമാര്, ഭാര്യമാര് നമ്മളെ ശാരീരിക വളർച്ചയിൽ, ശരീരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ വലിയ പങ്കവർക്കുണ്ട്.
നമ്മളെക്കാൾ ഒരു പക്ഷേ നമ്മളുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റ് ശരീരത്തിൻ്റെ വിഷയത്തിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരൊക്കെയാണ്. എന്നാൽ ആത്മീയമായ രക്ഷയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും ഓർമ്മപ്പെടുത്തലും അതും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. സൗകര്യപ്പെടുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പം തന്നെ കാണുന്ന രൂപത്തിൽ ഇതൊക്കെ ഒന്നവിടെ എഴുതി വെച്ചാൽ അതും നന്നായിരിക്കും. ഒരു ഓർമ്മപ്പെടൽ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് മറക്കരുത്. അള്ളാഹു ഇതിൻ്റെ എല്ലാ നിലയിലുള്ള സംരക്ഷണവും സലാമത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബറക്കത്തും ഹിഫ്ലും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ട ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹു മതി. നമ്മൾ വിളിച്ചു പറയാൻ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്കെൻ്റെ റബ്ബ് മതി. ഹസ്ബി എനിക്ക് മതി എൻ്റെ റബ്ബ്. ഹസ്ബി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നതിൻ്റെ അർത്ഥം. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. നമ്മൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ മതി, എനിക്കെൻ്റെ റബ്ബ് മതി. നമ്മളെല്ലാവരും കൂടെ ചൊല്ലല്ലേ ഹസ്ബി 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 അല്ലാ, എനിക്കല്ലാഹു മതി. നിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ യോഗ്യൻ അവനാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി, അവനാണ് ഏറ്റവും വലിയ സംരക്ഷകൻ, സഹായി. ഇത് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് പറയണം. അതാവർത്തിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ റബ്ബ് നമ്മളങ്ങനെ ഏറ്റെടുക്കും. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഹൈറ് കിട്ടും, സഹായം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ.